നീയൊക്കെ വളർന്നു വലുതായിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനമില്ല, വെറുതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുത്തിയിരുന്നോ. ആ പറഞ്ഞ എന്നെ കുറിച്ചാണ്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ എവിടെ തുടങ്ങണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആയം തൊട്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് ബോറടിക്കും, എന്നാൽ ഞാൻ ആയം തൊട്ട് തുടങ്ങും. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നടക്കാറിയില്ലായിരുന്നു. സോ സാഡ്. പിന്നെ ഞാൻ ഇച്ചിരി വളർന്നപ്പോഴേക്കും എന്നെ സ്കൂളിൽ ചേർത്ത് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സിൽ ഞാൻ ഇരുന്നതിനേക്കാൾ കൂടുതൽ പ്രിൻസിപ്പളിന്റെ റൂമിലിരുന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മറക്കാൻ പറ്റില്ല. അങ്ങനെ 7ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഒരു രേഷ്മനെ പ്രപ്പോസ് ചെയ്തു. അവളെന്നെ റിജക്ട് ചെയ്തു. പ്യുവർ ഹാപ്പിനെസ് അവൾക്ക്. ഞാൻ പറയാനൊരു കാര്യം വിട്ടുപോയി, അല്ല വേണ്ടെന്ന് വെച്ചതാ. എനിക്കൊരു അനിയനുണ്ടായിരുന്നു. അന്ന് അവൻ്റെ രാക്ഷസ കണ്ണുകളിലെ രാക്ഷസത ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ വളർന്നു വലുതായപ്പോൾ വഴി വെച്ച് കണ്ട ഒരു കുട്ടിയെ ഞാൻ പ്രപ്പോസ് ചെയ്തു. എന്തിനോ അവളെ റിജക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അവളുടെ അനിയത്തി ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അവളെന്നെ അടിച്ചു. കാരണം അവളുടെ അനിയത്തിക്ക് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓഫ്, ഡാർക്ക്. അങ്ങനെ ഒരു 10 പൈസ സ്വയം ഉണ്ടാക്കാൻ നോർത്തി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഞെട്ടിക്കൽ ബിരിയാണിയുടെ ട്രെൻഡ് പിടിച്ച് എൻ്റെ നാട്ടിൽ പോയി ഞെട്ടിക്കൽ ബിരിയാണിയുടെ ഷോപ്പ് തുടങ്ങി നാട്ടുകാരെ നല്ല പൊട്ടിക്കലിട്ടിപ്പോൾ ആ പരിപാടി ഞാൻ നിർത്തി. അവിടെ ഞാൻ പൊളിഞ്ഞു അന്തസ്സായിട്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ഡിപ്രഷൻ അടിച്ചിട്ട് എന്നെ ഡിപ്രഷൻ മാറാൻ വേണ്ടി ഒരു പൂച്ചയും മേടിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിപ്രഷൻ വെള്ളത്തിൽ കലക്കി കുടിച്ച പോലെ പൂച്ചയെ ഡിപ്രഷൻ അടിച്ച് കിടപ്പായി. എന്ത് ചെയ്യാൻ? അങ്ങനെ ഞാൻ പുതിയ ഫാഷൻ മേടിച്ച് അമ്മയുടെ നിന്ന് പെൻഷനും മേടിച്ച് റേഷൻ മേടിക്കാൻ പോയപ്പോൾ പോലീസ് എന്നെ പിടിച്ച് സ്റ്റേഷനിലിട്ടു. ഞാൻ കഞ്ചാവാന്നും പറഞ്ഞ് എന്റെ മുടി മുഴുവൻ മുട്ടയടിപ്പിച്ച് അമ്മാരി വിട്ടു. ഫാഷൻ സെൻസ് ഇല്ലാത്ത ക്രീച്ചേഴ്സ്. കൊരങ്ങനെ പോലുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ സ്വപ്നം എൻ്റെ അനിയനെ പോലെ വലിയ ബിസിനസ്മാനായിട്ട് കുറെ കാശ് സമ്പാദിക്കാനാണ്. അല്ല, അതാണ് അവൻ്റെ സ്വപ്നം. പിന്നെ ഇതാരെ എൻ്റെ അകത്ത് കിട്ടി. ഇത് പണ്ട് ഞങ്ങൾ ഡാർക്ക് നൈറ്റ് കാണാൻ പോയിട്ട് രാത്രി ഞാനാണ് ബാറ്റ്മാൻ എന്നും പറഞ്ഞ് ഏതോ സ്ട്രീറ്റിൽ പോയി അടി ഉണ്ടാക്കാൻ പോയത്. ഭാഗ്യം അവിടെ ആരും ഇല്ലായിരുന്നു. അക്ഷരങ്ങൾ. എനിക്കൊരു കാര്യം പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ബുക്ക് വായിക്കുന്ന കണ്ടില്ലേ? അതിൽ എഴുതിയിരിക്കുന്നൊന്ന് വായിച്ചേ. മണ്ണും എന്നാ കാര്യം എന്നാന്ന് പറ. അത് ഞാൻ എങ്ങനെയാ പറയുന്നതെന്ന് ഓർത്തിട്ടാ. എന്നാ നീ പറയണ്ട. അത് എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ അത് എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി മുട്ട ഇംഗ്ലീഷ് ആണെന്നാ കേട്ടോ. അപ്പൊ എനിക്ക് 2 ഡയലോഗ് പറഞ്ഞാണ് തിരിച്ച് സംസാരിക്കാൻ കേട്ടാ. മട്ടൺ ഇംഗ്ലീഷാ? നൈസ് നൈസ്. 2000 years later. ഹലോ എല്ലാം പറഞ്ഞോളാം. ഹായ്. ഹലോ എന്ന് പറ. ഹലോ ഹലോ. ഹായ്. Are you blind? I am very kind. I'm very kind. I'm very kind. Ow! What is your job? I am a gynecologist. I am a അത് വിട്ടേരെ. ഫിസിഷ്യൻ. Why do you love my daughter? I don't love her. Correct. You know, she is not interested in you. Okay. Are you interested? I can marry you. No problem. Shut up. We are not interested. I am going. Sorry, what? Oh, you are going. So my hello. ചേച്ചി കല്യാണം കഴിച്ചു തരുമോ? ഓ ഹാപ്പി ആയി. ഞാൻ അതിനെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായോ? പട്ടി വല്ല ഓടിച്ചോ? എനിക്കൊന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. Let me guess. നിനക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. 2 ഗോൾ അടിച്ചു. സ്വന്തം പോസ്റ്റ്. നൈസ്. അതിനാണ് കരയുന്നത്. എതിർ ടീമിൽ ഒരു അമലുണ്ടായിരുന്നു. അവല്ലോ അത് കഴിക്കുന്ന സാധനമല്ലേ? അതെനിക്ക് ഇഷ്ടമില്ല, വേണ്ട. അല്ല, അവനെ കളിയാക്കി. അവര് ഇൻസ്റ്റാ ഐഡി ചെയ്താ? താങ്ക് യു. അടിക്കാല്ലേ? അല്ല, കളിയാക്കിയത് കൊള്ളാമെന്ന് പറയാൻ വേണ്ടി മെസ്സേജ് ഇടാൻ വേണ്ടി. പക്ഷേ അവൻ നമ്മുടെ വീട്ടുകാരെയും കളിയാക്കി. ആരാ? അമലുവോ? അവനിട്ട് കുറെ നാളിലേക്ക് നല്ല അടി കൊടുക്കാനുള്ള ദേഷ്യമുണ്ട്. വെയിറ്റ്, ഞാൻ ഡ്രസ് മാറ്റി. നീ എന്താ പെണ്ണ് കാണാൻ പോകുന്നു? 2000 years later. ബാബുവാ. ഈ
ഇപ്പം നിങ്ങൾ ഓർക്കും പാട്ടെന്താ ഇങ്ങനെയെന്ന്. ഞാൻ പറയട്ടെ, ഇനി അങ്ങോട്ട് പാട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലേ വൈബ്, ക്രിസ്മസ് അല്ലേ, കിടക്കട്ട്. കൈ കൊണ്ട് കാണിക്കുന്നു. അതിനാ അല്ല ഇതൊന്നും എടുക്കില്ല. ഓ, ഞാൻ മറന്നതല്ല, मैं भूल गया. നീ ഗേയാണോ? വടിയെന്തിനാ? പാറ്റനെ കൊല്ലാനോ? പാറ്റ പോലും ചാവില്ല. ഫണ്ടാസ്റ്റിക്. വടിപിടി, വടിതാ. വടി കളഞ്ഞു. ഇനി അടി മാത്രം. A few moments later. എടാ അതെ മറ്റവൻ നന്നായിരുന്നു. നമ്മള് കുറച്ച് കാശ് പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ലായിരുന്നു. പുള്ളി തിരിച്ചു ചോദിക്കാൻ വന്നാണോ? പുള്ളി നമുക്കിട്ട് പണിയുന്നാട്ടാ തോന്നുന്നേ. പുള്ളി വല്ലതും പറഞ്ഞു? 2 ആഴ്ച കാശ് തന്നില്ലെങ്കിൽ 3 എണ്ണത്തിന് കൂടി ആക്കുന്നാന്ന് പറഞ്ഞു. പറഞ്ഞാ മനസ്സിലായില്ലെങ്കിൽ കറക്റ്റാ പറഞ്ഞേ. എന്റെ മാതാവേ, എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പുള്ളി ഇങ്ങോട്ട് വരും. പുള്ളി നമ്മളെ എല്ലാരെയും അടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പോയി കിടക്കട്ടെ. വെരി ഫണി. പന്നി അല്ല. A few moments later. നമുക്ക് മമ്മിയോട് പറഞ്ഞിട്ട് ആ വീട്ടിലിരിക്കുന്ന ലാമ്പ് മറിച്ചാലോ? പാമ്പിനെ മറിക്കാനാ? വീട്ടിൽ പഴയ വിളക്കിരിപ്പുണ്ട്, അതിട്ട് നല്ല കാശ് കിട്ടും. നമുക്കത് വിറ്റിട്ട് പുള്ളിയെ കാശ് കൊടുക്കാം. എങ്ങനെയുണ്ട്? എന്നാ വാ. ആ കുട്ടി ഇവിടെ എവിടെയോ ആന ഇറങ്ങുന്നതായിട്ട് കേൾക്കാറുണ്ട്. ആ മമ്മി ഏതാണ്ട് ചുന്ദരി ആയാലോ, മീശയൊക്കെ വളച്ചു തുടങ്ങിയില്ലോ. സൂപ്പിക്കല്ലേ? ഈ നമ്മുടെ വീട്ടിലെ ഒരു പുരാതന വിളക്കിരിപ്പില്ലായിരുന്നോ? അതൊന്നും എനിക്ക് മറിച്ച് തരാൻ പറ്റുമോ? തരാമല്ലോ. താങ്ക് യു. സ്വപ്നത്തിൽ നിന്റെ അനിയനെന്തേ കണ്ടില്ലല്ലോ? കുട്ടി സിംഗിൾ ആണോ? എന്തുണ്ട്? സെറ്റായി. വിശ്വസിച്ചു. ഹലോ, ആർക്ക് പോയി? അവൾക്ക് പോയി. 2000 years later. ഗൈസ്, എന്റെ ഒരു ഐഡിയ ഉണ്ട്. നാം മടക്കി ഒളിച്ച് കൈ വെച്ചോ? ഐഡിയനാ. ശരിയാണല്ലോ, ഐഡിയ പറഞ്ഞു. നമ്മള് തട്ടിക്കൊണ്ട് വരാൻ വരും. ഈ റാവത്തോണ്ടാന്ന് തോന്നുന്നു. ഈ തട്ടിക്കുട്ടി ദോശ എന്നല്ലേ പറഞ്ഞു? അതെല്ലാം കഴിപ്പിക്കാൻ മേടിച്ചത്. രാവേ ആരെ തട്ടിക്കൊണ്ടുവരാൻ? എന്തിനു തട്ടിക്കൊണ്ടുവരാൻ? നമ്മൾ കാശ് കൊടുക്കാനുള്ളത് ജോസേ പെരേരയ്ക്കല്ലേ? അതിന് നമ്മൾ അയാളുടെ അനിയനെയാണ് തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. മാർവെല്ലസ്. മാറി നിൽക്കാനോ? എന്തിന്? എന്റെ പ്ലാൻ എങ്ങനെയുണ്ട്? കൊള്ളില്ല. അല്ല, നമ്മളെങ്ങനെ കിഡ്നാപ്പ് ചെയ്യാനാ? നമുക്ക് കിഡ്നാപ്പ് ചെയ്യാന്ന് അറിഞ്ഞൂടല്ലോ. അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. നമ്മൾ ക്ലോറോഫോം ഉപയോഗിച്ച് അയാളെ മയക്കും. കോളിഫ്ലവറോ? അതൊരു വെജിറ്റബിൾ അല്ലേ? ആർക്കും പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ? പേടി എന്റെ ഡിക്ഷണറിയിൽ പോലും ഇല്ല. അതിന് എനിക്ക് ഡിക്ഷണറി ഇല്ല. ഓ, അതാണ് നമുക്കും വേണ്ടത്. പേടി അത് പാടില്ല. തേങ്ങ വേണമെന്ന് തോന്നുന്നു. മാങ്ങ തേങ്ങ കൂടെ കറി വെച്ച് തിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് വൈകിട്ട് നമ്മുടെ പ്ലാൻ നമ്മള് സക്സസ് ആക്കാൻ പോകും. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ വിളിക്കാൻ കാരണം ഇതിലാണ് ഞാൻ ക്ലോറോഫോം തേച്ചിരിക്കുന്നത്. അപ്പൊ നീ അയാളെ കൊണ്ട് മണപ്പിക്കണം. അപ്പൊ എനിക്ക് നിന്നോട് ക്ലോറോഫോമാണത്. നിനക്ക് മണക്കണം. ആ കുയിലെങ്ങാണ്ട് പോയിരിക്കടാ. നീ വരുന്നോ? ഇടയുണ്ടെന്നാ കേട്ടോ. എന്തൊരു കാപ്പിയത്! ഇതുണ്ടാക്കിയത് ഞാൻ തന്നെയല്ലേ? Oh my
god. Oh my god. രാവിലെ കരോളോ ഇതെടുക്കാലോ അല്ലേ? വന്നല്ലോ സാന്റാ പാപ്പനും വന്നല്ലോ ഗിഫ്റ്റുമായി വന്നല്ലോ അടിപൊളിയല്ലേ സാന്റാ വന്നല്ലോ ക്രിസ്മസിന് വന്നല്ലോ ഗിഫ്റ്റുമായി വന്നല്ലോ ഹാപ്പി അല്ലേ ക്രിസ്മസിന് വന്നല്ലോ ക്രിസ്മസിന് വന്നേ ഓപ്പിലൊരു പാട്ട് എന്തുവാണ് ഇത്? ക്ലോറോഫോം സ്ട്രോബെറിയുടെ വേണമെന്നൊക്കെ കേട്ടെ. നല്ലല്ലേ? മിഷൻ സക്സസ്. വാടാ വാ, നമുക്ക് എടുത്തോളൂ പോവാം. അപ്പൊ ഈ ചക്ക എടുക്കണ്ടേ? കാണാൻ രസമുണ്ടായിരുന്നു. നോക്ക് നോക്ക്. എവിടെയാണോ ഞാൻ? ആരോടാ എന്നെ കണ്ണും മൂടി കെട്ടിയേക്കണം? ഞങ്ങള് പറയൂല എവിടെയാണ്. കൈ അഴിച്ചു വിടറാ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. എന്നതാടാ നീയൊക്കെ എന്താടാ വിചാരിച്ചേ? ഒറ്റയ്ക്ക് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തവനാടായി ഞാൻ. എന്റെ കുടുംബവും ഞാൻ തന്നെയാടാ നോക്കുന്നത്. നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യനും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പണിയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. എന്ത് തേങ്ങയാണ് നീ പറയുന്നത്? ആ ഫ്ലോയിലങ്ങ് കയറി പോയതാ. നമുക്ക് കാര്യം പറയണ്ടേ? അതിനത് അപ്പൊ ചോദിക്ക്. ഞങ്ങൾക്കത് പറയാനുള്ളത് എനിക്കറിയോ. അങ്ങനെ അയാൾക്കറിയാവുന്നു പറഞ്ഞുകൊടു. എനിക്ക് അറിയിട്ടുണ്ട്. നീയൊക്കെ എന്തിനാടാ എന്റെ കണ്ണ് കെട്ടിയേക്കുന്നത്? ഞങ്ങൾ ആരാന്ന് നിനക്ക് മനസ്സിലാവാൻ പാടില്ല. നീ എന്നെ ക്ലോറോഫോം അടുപ്പിച്ചപ്പോ നിന്റെ മോൻ ഞാൻ കണ്ടതല്ലേടാ? അത് ലോജിക്കലി ചിന്തിക്കുമ്പോഴൊരു കാര്യമാണ്. നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ അറിയത്തില്ലാത്തോ നമ്മൾ ചിന്തിച്ചില്ല. കണ്ണു തുറന്നോടാ. പത്തനംതിട്ടയിലുള്ള റാന്നിയിലെ ചാണ്ടീസ് മാർക്കറ്റിലാണ് നീ ഇപ്പോൾ ഉള്ളതെന്ന് നീ അറിയാൻ പാടില്ല. ഞങ്ങളത് പറയത്തുമില്ല. എല്ലാം സമ്മതിച്ചടാ, എന്നെ തുറന്നുവിടറാ. ഇയാളെ തുറന്നോട്ടേക്കല്ലേ? അതായിരിക്കും നല്ലത്. പോയി പേടിപ്പിക്കുക. അതങ്ങനെയാ പോ. എന്നാടാ വേറെയോ? നിനക്ക് പാർക്കിൻസൺസ് ആണോ? അതൊന്നുമില്ല. എത്ര കാശുണ്ട് കയ്യിൽ? കാശ് കയ്യിലുണ്ടെങ്കിൽ എന്നാ വേണം? നിനക്ക് തരാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു ചേട്ടാ, ഇത് കൊണ്ട് ഭീഷണി ഞങ്ങൾ കൊറേ കേട്ടിട്ടുള്ളതാ സിനിമയിൽ. അപ്പൊ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങള് പേടിക്കും. ഞാൻ ആരാന്ന് നിനക്ക് അറിയാവോ? ഞാൻ പറയട്ടെ? വേണ്ട. ഞാനാണ് ഈ പ്ലാന്റെ മാങ്ങ ഫൈൻ. ഞാൻ ഭയങ്കര ഫയറാ. ഞാൻ ഭയങ്കരമായി പുറത്ത് നിൽക്കുന്നവനാ. അതെന്തൊരു വാക്ക്? ഔട്ട്സ്റ്റാൻഡിങ്. ഔട്ട്സ്റ്റാൻഡിങ്. ആൻഡ് എന്റെ എല്ലാ പ്ലാനും സ്പ്ലെൻഡറാ. അത് ബൈക്കല്ലേ? മാറിപ്പോയി. ഇപ്പൊ കിട്ടി. സ്പ്ലെൻഡഡ്. എന്താണ് നമ്മൾ ഇംഗ്ലീഷിന് ക്ലാസ് എടുക്കുന്നത്? കിഡ്നാപ്പേഴ്സിനെ പോലെ പെരുമാറും. I am Don Bosco from Alaska. മോൻ പൊക്കോ, എന്താടാ താൻ പറയുന്നത്? എന്നെ തേടി ഇനി എത്ര പേരാ വരാൻ പോകുന്നതെന്ന് നിനക്കൊന്നും അറിയത്തില്ലടാ. തനിക്കതറിയാവോ? പറഞ്ഞതിനകത്തും കാര്യമുണ്ടല്ലോ. ചേട്ടാ, 2 ഓപ്ഷൻ ഉണ്ട്. അതേതാ ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷൻ കാശ് നിങ്ങൾ ഞങ്ങൾക്ക് തരണം. അല്ലെ രണ്ടാമത്തെ ഓപ്ഷൻ ഞങ്ങൾ തന്നെ കൊല്ലും. ഒന്നാമത് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും തനിക്ക് നല്ലത്. നിങ്ങൾ എന്നെ കൊല്ലുന്നോന്ന് കാണണമല്ലോ. കൈ കെട്ടിയിരിക്കുന്ന തുണി പാത്രം തുടങ്ങിയാണ്. കൈ അയച്ചുവിട്ടാ ഓടുവോ? ഇല്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇത് റാന്നിയിലെ ചാണ്ടിയുടെ മാർക്കറ്റ് ഒന്നും അല്ലടാ. ഇത് ഏത് വീടാടാ? ആരുടെ വീടാടാ? എന്റെ വീടാ. അയ്യോ,
അയ്യോ അയ്യേ കൊണ്ടില്ലേ Do you know who I am? Do you know what I can do? I am a terrible person. I will kill you. You understand? ഈ വടിയൊന്ന് പിടിക്കാം. എന്റെ ചേട്ടൻ ജോസഫ് പെരേരയുടെ അടുത്ത് നിന്ന് കാശ് മേടിക്കാനല്ലേടാ നീ എന്നെ തട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അതിന് ഞാനതാരോടും പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞു. സ്വബോധത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാശ് കൊണ്ട് അയാൾ വരട്ടെ, അതിന്റെ 50% കാശ് എനിക്ക് തരണം. അടിപൊളി. ഞങ്ങൾ എന്തിനത് ഇല്ല പണി വാളും പോലീസിന് കൊടുക്കും. ഓക്കെ, നിങ്ങൾക്ക് സ്പാനിഷ് അറിയാമോ? എന്തിനാ? എൻ്റെ ചേട്ടന് സ്പെയിനിൽ കുറേ ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ സ്വരത്തിൽ നിങ്ങൾ അയാളെ വിളിച്ചാൽ അയാൾ കുടുങ്ങും. തനിക്കെന്നെ സ്പാനിഷ് അറിയാവോ? എനിക്കറിയാടാ. ഫേഷ് സേസ് ടു. മണ്ടന്മാരെ, അത് ജർമ്മനാടാ. എനിക്ക് സ്പാനിഷ് ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലേ സ്പാനിഷ് ഒന്നും എനിക്കറിയാമല്ലേ. അപ്പൊ എല്ലാം പ്ലാൻ പോലാണ് കേട്ടെ. ഞാൻ അകത്തോട്ട് പോവാം. താരാട്ടുപാടി ഉറക്കിടുവാനായി